അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരാൾക്ക് കോഴിക്കോട് ഒരു മീറ്റിംഗ് ഉണ്ട്. അയാളുടെ വീട് പാലക്കാടാണ്. അപ്പോൾ അയാൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വണ്ടിയെടുത്ത് KSRTC സ്റ്റാൻഡിലേക്ക് പോകുകയാണ്. എത്ര ദൂരം യാത്ര ചെയ്യാൻ വയ്യ, ബൈക്ക് അവിടെ നിർത്തിയിട്ട് ബസ്സിൽ പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് പോയി ബൈക്ക് പാർക്ക് ചെയ്തു. ബസ് കാത്ത് നിൽക്കുകയാണ്. സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കയറി ബസ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കോഴിക്കോട്ടേക്ക് പോകേണ്ട ബസ്സുകളുണ്ട്, തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളുണ്ട്, കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളുണ്ട്. അപ്പോൾ അയാൾ ഇങ്ങനെ നോക്കി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ കയറി അയാളിരുന്നു. അയാൾക്ക് പോകേണ്ട സ്ഥലം അയാൾ മറന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകേണ്ട ബസ്സിൽ കയറിയിരുന്നു. ബസ് യാത്ര തുടങ്ങി. തൃശ്ശൂർ കഴിഞ്ഞു, അങ്കമാലി കഴിഞ്ഞു. കണ്ടക്ടർ അതിൻ്റെ ഇടയിൽ വന്ന് അയാളോട് ടിക്കറ്റ് ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള ടിക്കറ്റും അയാൾ എടുത്തു. ബസ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണം, ഓരോ സ്റ്റോപ്പുകൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കണം. അയാൾക്ക് കോഴിക്കോടുള്ള പ്രോഗ്രാം വൈകുന്നേരം 6:30-ക്കാണ്. ഇയാൾ ഏകദേശം തിരുവനന്തപുരം എത്തുന്നത് ഏകദേശം ആ സമയത്തോടടുത്താണ്. തിരക്കുകളിൽ പെട്ട് ബ്ലോക്കിൽ പെട്ട് തിരുവനന്തപുരം അയാൾ എത്തുന്ന ഏകദേശം ആ സമയത്തോടടുത്താണ്. അയാൾ തിരുവനന്തപുരം ഇറങ്ങി. പിന്നെയാണ് അയാൾ ആലോചിക്കുന്നത്, അയ്യോ എനിക്ക് പോകേണ്ടത് കോഴിക്കോട്ടേക്കായിരുന്നല്ലോ, ഞാൻ വഴി മാറിയല്ലോ എന്ന് ആ സമയം അയാൾ ആലോചിക്കുക. യഥാർത്ഥത്തിൽ ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതം എന്നുള്ളത്. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. പക്ഷെ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന വഴി എന്നുള്ളത് അത് നേരെ വിപരീതമായിക്കൊണ്ടാണ്. നമ്മുടെ ഇപ്പോഴത്തെ യാത്ര എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നുപോയിരിക്കും. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോയിരിക്കുക. ഒരു തവണയെങ്കിലും അയാൾക്കൊന്ന് ഓർമ്മ വന്നിരുന്നെങ്കിൽ, ഏതെങ്കിലും അടുത്തെത്തി തൃശ്ശൂരോ മറ്റോ ഇറങ്ങി അയാൾ തിരിച്ച് കോഴിക്കോട്ടേക്ക് ബസ് കയറുന്നെങ്കിൽ അയാൾക്ക് ആ പ്രോഗ്രാമിൽ എത്താൻ സാധിക്കുമായിരുന്നു. നമുക്കും തിരിച്ചു മടങ്ങാനുള്ള ഒരു വഴിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിലേക്കൊന്ന് മടങ്ങാൻ, ആ സ്വർഗത്തിൻ്റെ പാതയിലേക്കൊന്ന് മടങ്ങാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്യുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.